ഗ്ലോറി ടു ഗോഡ്. ലീവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങൾ ഏവരെയും ഞാൻ ചേർന്ന് സാധന ചെയ്യുന്നു. ഒരിക്കൽ കൂടി തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കും വിധകൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നും ജോൺ ബ്രദറും കുടുംബവും ചേർന്നാണ്. തൻ്റെ പ്രാർത്ഥന വിഷയം എന്ന് പറയുന്നത് തൻ്റെ ബിസിനസ്സിനകത്ത് ഒരു വലിയ ഉയർച്ച സംഭവിക്കേണ്ടതിനായിട്ടും അതേപോലെ തന്നെ തൻ്റെ ശാരീരികമായ നിലയിൽ കർത്താവ് അത്ഭുത സൗഖ്യം തനിക്ക് പകരേണ്ടതിനായിട്ടും പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുന്നു. അതേപോലെ തന്നെ തൻ്റെ അടുത്ത പ്രാർത്ഥന വിഷയം എന്ന് പറയുന്നത് തൻ്റെ ബിസിനസ്സിൽ നിൽക്കുന്ന എതിരുകൾ മാറിയിട്ട് വലിയ സമാധാനം ലഭിക്കേണ്ടതിനായിട്ടും അതേപോലെ തനിക്ക് ലഭിക്കാനുള്ള പൈസയ്ക്കും ഉണ്ടായിട്ട് പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുന്നു. എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് എത്ര പേർ ഈ മകന് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാകും? ഈ മകൻ മുഖാന്തരമാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് കടന്നു പോകുന്നത്. കണ്ടുകൊണ്ട് നടക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ജോൺ ബ്രദറുമായി പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, തൻ്റെ ബിസിനസ്സിൻ്റെ പുരോഗതിക്കായി പ്രാർത്ഥിക്കുന്നു. തമ്പുരാൻ പുതിയ ഓർഡറുകളെ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതേപോലെ തന്നെ തൻ്റെ ശാരീരികമായ അനുഭവത്തിൽ പൂർണ്ണ സൗഖ്യം ദൈവം തനിക്ക് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതേപോലെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പ വലിയൊരു അത്ഭുതം തനിക്ക് വേണ്ടി ദൈവം വെളിപ്പെടുത്തണമേ. അപ്പ തൻ്റെ ബിസിനസ്സിൻ്റെ എതിരുകൾ മാറ്റണം. അപ്പ ദൈവം വലിയ സ്വസ്ഥത, ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിയെ വെളിപ്പെടുത്തണമേ. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വലിയ വിടുതൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കർത്താവിന്റെ ചെയ്തതിനായി നന്ദി. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കടന്നു വന്നാട്ടെ. പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ആർക്കും മാറ്റാൻ കഴിയാത്തതും വിശ്വസിക്കുന്നവർക്കും മാറ്റം കൊണ്ടുവരുന്ന തമ്പുരാൻ്റെ തിരുവചനമായി ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രാരംഭമായി നല്ലൊരു ഇരിപ്പിടം ഉറപ്പാക്കി ഇന്നത്തെ ഈ വചന സന്ദേശം വളരെ ശ്രദ്ധയോടെ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ഇന്നത്തെ ഈ വചനത്തിൽ നിങ്ങളോട് ദൈവം സംസാരിക്കും. ആദ്യത്തിൽ തന്നെ ഞാൻ ഓർപ്പിക്കുന്നു, നമ്മുടെ ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവരാണ്. ആ ഒരു ആഴം നിങ്ങളുടെ മേളിൽ വെളിപ്പെട്ടാൽ നിങ്ങളുടെ വിഷയത്തിനകത്ത് ഇന്നും മറുപടി ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. കാരണം എൻ്റെ ദൈവത്തിന് സകലതും കഴിയുമെന്നുള്ളതാണ്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യം പറയുന്നു, ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? എന്നെ കേൾക്കുന്നവരെ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന വലിയവനായ ദൈവത്തിൻ്റെ മുമ്പിലാണ് ഞാൻ നിങ്ങൾ ഇരിക്കുന്നത്. അതിനകത്ത് പലതിനെ ചൊല്ലി ഭാരപ്പെട്ടല്ലിരിക്കേണ്ടത്, അവനെല്ലാം കഴിയുമെന്നുള്ളത്. എൻ്റെ ദൈവത്തിന് അസാധ്യങ്ങളെ സാധ്യമാക്കാൻ കഴിയുമെന്നുള്ള ഉറപ്പോടെ അബ്രഹാമിനോട് ചോദിച്ചാൽ അബ്രഹാം പറയും, അവനില്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും മരിച്ചതിനെ വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്തവനാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ദൈവത്തിന് സകലതും കഴിയും. ആ നിലയിൽ ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ഒരു ഉറപ്പ് തരികയാണ്. അത് വലിയ വാഗ്ദത്തമാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനും നൽകുവാൻ തക്കവണ്ണം പിതാവായ ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ തൻ്റെ പുത്രനായ യേശുവിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകത്തില്ലെന്നുള്ളതാണ്. ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ആ എല്ലാ വിചാരങ്ങളും എല്ലാ വേദനകളും ഒക്കെ മാറ്റിവെച്ചിട്ട് കർത്താവിനോട് പറയും, കർത്താവ് എനിക്കൊരു വലിയ ഉറപ്പ് തരണമേ. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്നു എന്നുള്ളത്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യത്തിന് നിശ്ചയമാണ്. ആ ഉറപ്പിനകത്ത് ഇന്നത്തെ ഈ വചന സന്ദേശത്തിലോട്ട് നമ്മൾ അടുക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. വചനത്തിന് മാറ്റമില്ലെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? ആകാശം മാറിയാലും ഭൂമി മാറിയാലും ഈ വചനത്തിൻ്റെ വള്ളിക്കോ പുളിക്കോ മാറ്റമില്ലാത്തത് കൊണ്ട് നിങ്ങൾ വിശ്വസിച്ച് ഈ വചനം ദൈവമാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ വചനത്തെ അതിൻ്റെ നിലയിൽ വില കൊടുത്ത് ഏറ്റെടുക്കുന്നവന് ഈ വചനം ദൈവമായി വെളിപ്പെടാൻ പോവുകയാണ്. അവൻ്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന വിശ്വാസത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കാമെങ്കിൽ ഈ 20 മിനിറ്റിനുള്ളിൽ എത്ര വലിയ രോഗമാണെങ്കിലും നിങ്ങൾ സൗഖ്യമായി എഴുന്നേക്കാൻ പോവുകയാണ്. കാരണം എൻ്റെ ദൈവത്തിന് നിങ്ങളിൽ പ്രവർത്തിക്കാൻ പറ്റും. വചനം അയച്ച് സൗഖ്യമാക്കിയും അവരെ കുഴിയിൽ നിന്ന് കരകയറ്റും ചെയ്യുന്ന ദൈവത്തിൻ്റെ ശക്തി ഇപ്പോൾ നിങ്ങളുടെ മേളിൽ വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. കർത്താവ് തൻ്റെ മക്കളോട് ഇടപെടുന്ന മേഖലയാണ് അവൻ്റെ വചനമെന്ന് പറയുന്നത്. ഒന്നുകൂടെ പറഞ്ഞാൽ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ പറയുന്നു, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യും. ദൈവശബ്ദം കേൾക്കുമ്പോൾ അതിനു വേണ്ടി ജീവിതത്തെ സമർപ്പിക്കുന്നവർ ഒരുമിച്ച് പ്രാർത്ഥനയോടെ ഇന്നത്തെ ചിന്തയിലേക്ക് വരികയാണ്. നമ്മുടെ വിശ്വാസത്തെ കുറയ്ക്കുന്ന അല്ലെങ്കിൽ വിശ്വാസത്തിന് വിരോധമായി ചലിക്കുന്ന 5 ആഴമേറിയ തലങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ അല്പവിശ്വാസം, അവിശ്വാസം എങ്ങനെ
നമ്മിൽ വരുന്നു എന്നുള്ളത് നിങ്ങൾ കേൾക്കാൻ പോവുകയാണ്. ഇതൊന്ന് തിരിച്ചറിഞ്ഞാൽ, ഈ മേഖല എന്നിലുണ്ട് എന്ന് എനിക്ക് മനസ്സിലായാൽ എനിക്കതിനെ ജയിക്കാൻ പറ്റും. ഒന്നുകൂടെ പ്രാരംഭത്തിലൊരു കാര്യം ഓർപ്പിക്കട്ടെ. ഒരു വിഷയത്തിനെ കുറിച്ചുള്ള അറിവ് നിങ്ങളെ ഉറപ്പിക്കും, നന്മയിലേക്ക് നടത്തും, നിങ്ങളുടെ വേഗത വെളിപ്പെടുത്തും. ഒരു വിഷയത്തിനെ കുറിച്ച് അറിവില്ലായ്മ ഇരുട്ട് പോലെയാണ് എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യമില്ലാത്ത അനുഭവമാണ്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 8-32 വാക്യത്തിൽ പറഞ്ഞത്, സത്യം നിങ്ങൾ അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ സത്യം നമ്മൾ അറിയുമ്പോൾ സത്യം നമുക്ക് സ്വാതന്ത്ര്യം തരും. വാസ്തവമായിട്ടും സത്യം ആരാന്ന് ചോദിച്ചാൽ 8-36 വാക്യം പറയുന്നു, സാക്ഷാൽ പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സ്വതന്ത്രരായി മാറും. വിശ്വസിക്കുന്നവരുണ്ടോ? പുത്രൻ്റെ സ്വാതന്ത്ര്യം, യേശുവിൻ്റെ സ്വാതന്ത്ര്യം ഇപ്പോൾ നിങ്ങൾ ഏത് അനുഭവത്തിലാണോ ആയിരിക്കുന്നത് അവിടെ വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. ആ നിലയിൽ ചിന്തിക്കുന്നവരോട് ആത്മാവിൽ വിളിച്ചു പറയാണ്, അല്പവിശ്വാസത്തെ, ഉറപ്പുള്ള വിശ്വാസത്തെ തിരിച്ചറിയുക. അല്പവിശ്വാസം നമ്മിലുണ്ടോ എന്ന് നമുക്ക് തിരിച്ചറിയേണ്ടതിനായി നമ്മൾ 5 തലങ്ങളൊന്ന് ചിന്തിക്കാൻ പോവുകയാണ്. പ്രാരംഭ വാക്യത്തിലേക്ക് വരുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 30, 31, 32 വാക്യങ്ങളിലേക്ക്. ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നു എങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം. 31-ാമത്തെ വാക്യം, ആകയാൽ നാം എന്തു തിന്നും, എന്തു കുടിക്കും, എന്തുടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. 32-ാമത്തെ വാക്യം, ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു, സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്കാവശ്യം എന്ന് അറിയുന്നുവല്ലോ. പ്രിയരെ, 3 വാക്യങ്ങൾ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുമ്പോൾ വയലിലെ പുല്ലിനെ കുറിച്ചാണ് ആരംഭത്തിൽ പറയുന്നത്. ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായി. ഒറ്റ ദിവസം മാത്രം ആയുസ്സുള്ള വയലിലെ പുല്ലിനെ ദൈവം ചമയിച്ചിരിക്കുന്നെങ്കിൽ എന്നെയും നിങ്ങളെയും എത്രമാത്രം ദൈവം കരുതുമെന്നും കാക്കുമെന്നുള്ളതും തിരിച്ചറിയണം. എന്നിട്ട് അടുത്ത വാക്യം പറയാണ്, എന്തു തിന്നും, എന്തു കുടിക്കും, എന്തുടുക്കുമെന്ന് നിങ്ങൾ വിചാരപ്പെടരുത്. ഒന്നാമത്തെ തലമെന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒന്നാമത്തെ ചിന്തയെന്ന് പറയുന്നത്, നമ്മിൽ വെളിപ്പെടുന്ന വിചാരങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് വിശ്വാസത്തെ കുറയ്ക്കും, നമ്മെ അല്പവിശ്വാസത്തിലേക്ക് കൊണ്ടുവരും. വിചാരം എന്ന് പറയുന്നതിൻ്റെ ആഴം നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങളിൽ അത് ചലിക്കുന്നു എന്ന് നിങ്ങൾക്ക് എങ്ങനെ ശോധന ചെയ്യാമെന്ന് ചോദിച്ചാൽ, നാളെക്കുറിച്ചുള്ള ചിന്തകളുണ്ടോ? നാളെക്കുറിച്ചുള്ള ചോദ്യത്തിലാണോ നിങ്ങൾ നിൽക്കുന്നത്? ആ ജോലി കിട്ടുമോ? അല്ലെങ്കിൽ ആ ബില്ല് അടയ്ക്കാൻ പറ്റുമോ? എനിക്ക് ലോൺ അടയ്ക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ എൻ്റെ തലമുറയ്ക്ക് അഡ്മിഷൻ കിട്ടുമോ? ഇങ്ങനെ 100 കണക്കിന് ക്വസ്റ്റ്യനുകൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നെങ്കിൽ ഇന്നത്തെ വിഷയമല്ല, അടുത്ത മണിക്കൂറിൽ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ നടക്കുന്ന ചിലതിനെക്കുറിച്ചുള്ള വിചാരം നമ്മെ അല്പവിശ്വാസത്തിലേക്ക് എത്തിക്കും. കർത്താവ് പറയാണ്, നിങ്ങൾ എന്തു തിന്നുമെന്നും എന്തു കുടിക്കുമെന്നും എന്തുടുക്കുമെന്നും നിങ്ങൾ വിചാരപ്പെടരുത്. എന്നിട്ട് അടുത്ത 32-ാമത്തെ വാക്യം പറയണം, ഇവയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു, ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവ് അറിയുന്നു. പിതാവുള്ള അല്ലെങ്കിൽ അപ്പനുള്ള ഒരു കൂട്ടരാണ് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ. എനിക്കും നിങ്ങൾക്ക് വേണ്ടി സ്വർഗസ്വനായ ഒരു നല്ല പിതാവുണ്ട്. ഇന്നതെല്ലാം ആവശ്യമെന്ന് പറഞ്ഞുകൊണ്ട് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർത്തുകൊണ്ട് ഇന്ന് ഈ വിചാരത്തെ നമ്മുടെ ജീവിതത്തിനകത്ത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണമേ. കുടുംബത്തിൽ വിചാരം വരുമ്പോഴാണ് പരസ്പരം തർക്കവും വാദവും ഉണ്ടാകുന്നത്. ഒന്നുകൂടെ നിങ്ങൾ നോക്കണമേ, ചോദ്യങ്ങൾ വരികയാണ്. എല്ലാ മാസവും 20-ാം തീയതി കഴിയുമ്പോൾ ഇനി എങ്ങനെയാണ് ലോൺ അടയ്ക്കുന്നത് എന്നൊരു ചോദ്യം വരുന്നു. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ വീടിൻ്റെ വാടക കൊടുക്കാൻ പറ്റും? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യം വരുമ്പോഴാണ് തർക്കങ്ങൾ ഉയരുന്നതും പരസ്പരമായിട്ട് വഴക്കുകളും പ്രശ്നങ്ങളും വെളിപ്പെട്ട് വരുന്നത്. വിചാരം എന്ന് പറയുന്നത് നാളെക്കുറിച്ച് കാണിക്കുന്നതാണ്. ഒരു വ്യക്തിയിൽ വിചാരം വരുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ അവൻ്റെ നാളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വെളിപ്പെടുമ്പോഴാണ്. ആ നിലയിൽ നിങ്ങളത് ശ്രദ്ധിച്ചു നോക്കണം കേട്ടോ. ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് വിചാരത്തെ എങ്ങനെ ജയിക്കാൻ പറ്റും എന്നുള്ളത് അബ്രഹാം അപ്പച്ചൻ നമ്മെ വ്യക്തമായി വെളിപ്പെടുത്തുന്നത് കാണാൻ പറ്റും. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 7-8 വാക്യങ്ങളിലേക്ക്. അപ്പോൾ ഇസഹാക്ക് തൻ്റെ അപ്പനായ അബ്രഹാമിനോട് അപ്പാ എന്ന് പറഞ്ഞതിന് അവൻ എന്താകുന്നു മകനെ എന്ന് പറഞ്ഞു. തീയും വിറകുമുണ്ട്, എന്നാൽ ഹോമയാഗത്തിലുള്ള ആട്ടിൻകുട്ടി എവിടെ എന്ന് അവൻ ചോദിച്ചു. ഈ വചന പശ്ചാത്തലം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അബ്രഹാമും ഇസഹാക്കും ഇതാ യാഗത്തിന് വേണ്ടി മല കയറാൻ തുടങ്ങിയാണ്. താഴ്വാരത്തിൽ നിൽക്കുമ്പോൾ അബ്രഹാമിനോട് മകനായ ഇസഹാക്ക് ചോദിക്കുകയാണ്, അപ്പാ നമ്മുടെ കയ്യിൽ തീയും വിറകുമുണ്ട്, എവിടെയാണ് യാഗമൃഗം? നിങ്ങൾ നോക്കിയേ, ഇസഹാക്ക് വിചാരപ്പെട്ടുകൊണ്ടൊരു ചോദ്യം ചോദിക്കുകയാണ്. കാരണം ഇവർ എന്തിനു വേണ്ടിയാണ് വന്നതെന്ന് ചോദിച്ചാൽ യാഗത്തിന് വേണ്ടിയാണ്. ഇവർ മലയുടെ താഴ്വാരത്തിൽ വന്ന്
മല കയറാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ ആ യാഗത്തിന് വേണ്ടിയുള്ള ആവശ്യത്തെയാണ് മകൻ ചോദിക്കുന്നത്. ഇതേപോലെയാണ് നമ്മുടെ വീട്ടിൽ നമ്മുടെ ആവശ്യങ്ങളെ അന്യോന്യം ചോദിക്കുമ്പോൾ തക്കതായ ഒരു മറുപടി നമുക്ക് പറയാനില്ലെങ്കിൽ ആ വിഷയത്തിനകത്ത് നമ്മിൽ അവിശ്വാസം അല്ലെങ്കിൽ നമ്മിൽ പ്രശ്നം വെളിപ്പെട്ട് വരാൻ തുടങ്ങും. നിങ്ങൾ നോക്കണം, 7-ാമത്തെ വാക്യത്തിൽ മകനായ ഇസഹാക്കിന്റെ വിചാരത്തെ അബ്രഹാം പൊട്ടിച്ചു കളയുകയാണ്, അല്ലെങ്കിൽ ആ വാക്ക് കൊണ്ട് അതിനെ ജയിക്കുകയാണ്. 8-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണേ. ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ എന്ന് അബ്രഹാം പറഞ്ഞു. അങ്ങനെ അവർ ഇരുവരും ഒന്നിച്ചു നടന്നു. നിങ്ങളുടെ ഏത് പ്രതിസന്ധിയിലും, നിങ്ങളുടെ ഏത് ക്വസ്റ്റ്യൻ മാർക്കിനകത്തും, ഏത് വിചാരത്തിനകത്തും നിങ്ങൾ ഒരുമിച്ച് മുമ്പോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ മേളിൽ ദൈവം കരുതുമെന്നുള്ള ഉറപ്പ് വെളിപ്പെടണം. നിങ്ങൾക്ക് എത്ര പേർക്ക് എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഈ ആരംഭത്തിൽ വിളിച്ചു പറയാൻ പറ്റും, എൻ്റെ ദൈവം പ്രവർത്തിക്കുന്നവനാണ്. വിശ്വാസം ഉണ്ടെങ്കിൽ ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്നെന്ന് പറഞ്ഞു, എൻ്റെ ദൈവം കരുതുന്നവനാണ്. ഏതില്ലായ്മയുടെ അനുഭവത്തിനകത്തും മുമ്പോട്ട് പോകാൻ പറ്റാത്ത കുടുംബങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ മുതൽ വിളിച്ചു പറയണം, ഞങ്ങളുടെ വിചാരത്തിൻ്റെ മേളിൽ എൻ്റെ ദൈവം കരുതുന്നവനാണ്. ആ ഉറപ്പ് വെളിപ്പെട്ട് വരട്ടെ. ഒന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണേ. അവൻ കരുതുമെന്ന് അബ്രഹാം പറഞ്ഞപ്പോൾ അവർ ഇരുവരും ഒന്നിച്ച് നടന്നാണ്. ഒരു കുടുംബം ഒന്നിക്കണമെങ്കിൽ, ഭാര്യ ഭർത്താവ് അല്ലെങ്കിൽ മക്കൾ ഒരുമിച്ച് നടക്കണമെങ്കിൽ അവരുടെ നടുവിൽ ദൈവിക കരുതലുകൾ വെളിപ്പെടണം. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ ഇന്നു മുതൽ നിങ്ങളുടെ വിശ്വാസത്തിനകത്ത് ഉറപ്പുവരുത്തേണ്ടതിനായിട്ട്, ദൈവപ്രവൃത്തി കാണുന്നതിനായിട്ട്, അല്പവിശ്വാസത്തെ നീക്കേണ്ടതിനായിട്ട് നിങ്ങൾ ദൈവം കരുതുമെന്ന് പറയാൻ തുടങ്ങണം. ഒന്നുകൂടെ ഒരാഴെ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയാം. ഇസ്രായേൽ മക്കൾ ചെങ്കടലിന് മുമ്പിൽ വന്നിരിക്കുന്നു. പുറകിൽ ഫറവോൻ സൈന്യം വന്നപ്പോൾ അവർ പിറുപിറുത്തു, അവർ ഭാരപ്പെട്ടു, അവർ മരണത്തെ വിളിച്ചു പറയാൻ തുടങ്ങി. പക്ഷെ ദൈവത്തിൽ ഉറപ്പുള്ള മനുഷ്യൻ പറഞ്ഞു, അതിന് മോശ ഭയപ്പെടേണ്ട, ഉറച്ചു നിൽക്കുക. യഹോവ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാനിരിക്കുന്ന രക്ഷയെ നിങ്ങൾ കണ്ടുകൊള്ളുക. ഇന്ന് കണ്ട മിസ്രൈമിനെ ഇനി നിങ്ങൾ കാണത്തില്ല. എൻ്റെ കൂടെ ഒന്ന് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളും ഇപ്പോൾ മുതൽ ദൈവത്തിൻ്റെ കരുതലിനെ ഉറച്ചു പറയാൻ തുടങ്ങണം. ഒന്നുകൂടെ നോക്കിയാൽ ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായത്തിനകത്ത് യേശുവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷം തൻ്റെ ശിഷ്യന്മാർ യെരുശലേമിൽ നിന്ന് എമ്മോസിലേക്ക് പോകുന്നത് കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ പട്ടണത്തിൽ നിന്ന് അവർ നിരാശ പിടിച്ച് ഗ്രാമത്തിലേക്ക് പോവുകയാണ്. ആ വാക്യം നമുക്കൊന്ന് വേഗത്തിൽ വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 24-ന്റെ 13-ാമത്തെ വാക്യവും 17-ാമത്തെ വാക്യവും. അന്ന് തന്നെ അവരിൽ 2 പേർ യെരുശലേമിൽ നിന്ന് 7 നാഴിക ദൂരത്തുള്ള എമ്മോസ് എന്ന ഗ്രാമത്തിലേക്ക് പോകുകയിൽ 17-ാമത്തെ വാക്യം. അവൻ അവരോട്, നിങ്ങൾ ഈ വഴി നടന്ന് തമ്മിൽ വാദിക്കുന്ന ഈ കാര്യം എന്ത് എന്ന് ചോദിച്ചു. അവർ വാടിയ മുഖത്തോടെ നിന്നു. നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും, യെരുശലേമിൽ നിന്ന് എമ്മോസിലേക്ക് 2 പേര് പോവുകയാണ്. ആ പോകുന്നത് വാദിച്ചുകൊണ്ടാണ്, തർക്കിച്ചുകൊണ്ടാണ്. അവർ ഇപ്പോൾ അവരുടെ മുമ്പിൽ വലിയ ചോദ്യമുണ്ട്. യേശു കർത്താവ് അവരുടെ കൂടെ നടന്നവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവർ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു. അവർ വാടിയ മുഖത്തേക്കാണ്. വിചാരം ഒരുത്തിൻ്റെ വെളിയിൽ വന്നാൽ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോകും. അവരുടെ മുഖത്തിൻ്റെ പ്രസാദം നഷ്ടപ്പെട്ടു പോകും. അവർ വാടിയ മുഖത്തോടെ, എന്നാൽ ഉറപ്പോടെ ദൈവം കരുതുമെന്നും വിളിച്ച ദൈവം വിശ്വസ്തനെന്നും നിങ്ങൾ പറയാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് വിചാരത്തെ ജയിക്കാൻ പറ്റും. 1-ാമത്തെ തലം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു എങ്കിൽ 2-ാമത്തെ ചിന്തയിലേക്ക് നമ്മൾ വരികയാണ്. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യം. അവൻ അവരോട്, അല്പവിശ്വാസികളെ, നിങ്ങൾ ഭീരുക്കളാകുവാൻ എന്ത് എന്ന് പറഞ്ഞ ശേഷം എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ വലിയ ശാന്തതയുണ്ടായി. ഈ വചന പശ്ചാത്തലത്തിന്റെ പ്രത്യേകത, യേശുവും ശിഷ്യന്മാരും അക്കരയ്ക്ക് പോവുകയാണ്. ആ പോകുന്ന വഴി മധ്യത്തിൽ കാറ്റവർക്ക് വിരോധമായി, തിരകൾ ആ പടകിനെ മുക്കുമാറാക്കുകയാണ്. ആ സമയത്ത് ശിഷ്യന്മാർ യേശുവിനെ വിളിച്ചുണർത്തിയാണ്, ഞങ്ങൾ നശിച്ചു പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട്. ആ സമയത്ത് കർത്താവ് അവരോട് പറയാണ്, അല്പവിശ്വാസികളെ, നിങ്ങളിങ്ങനെ ഭീരുക്കളാകുന്നത് എന്ത് എന്ന് ചോദിച്ച് അവൻ എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ വലിയ ശാന്തതയുണ്ടായി. ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, അവർ ഭീരുക്കളായി എന്നാണ് എഴുതിയിരിക്കുന്നത്. അവർ ഭയപ്പെട്ടു പോയി. നമ്മുടെ ജീവിതത്തിനകത്ത് അവിശ്വാസം അല്ലെങ്കിൽ അല്പവിശ്വാസം വെളിപ്പെടുന്നതിൻ്റെ അടുത്ത റീസൺ എന്ന് പറയുന്നത് ഭയമാണ്. ഇന്നലകളിൽ ജീവിതത്തിൽ സംഭവിച്ച എന്തോ ഒന്ന് വീണ്ടും വരുമോ എന്നുള്ളത്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് എൻ്റെ ജീവിതത്തിലും വരുമോ എന്നുള്ള വലിയ തോന്നലുകൾ നമ്മുടെ ജീവിതത്തിനകത്ത് ഭയം കൊണ്ടുവരും. നിങ്ങൾ ഭീരുക്കളായിട്ടാണോ നിൽക്കുന്നത്? കർത്താവിൽ ഉറയ്ക്കാൻ തയ്യാറാകണം. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇന്നും ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റും. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്തൊരു ഭയങ്കരമായ വെളിപ്പെടുത്തൽ ഈ സമയത്തുണ്ടാകും. നിങ്ങൾ നോക്കണമേ, കഴിഞ്ഞ 39 ദിവസമായി ഗോലിയാത്ത് ഇസ്രായേൽ ജനത്തെ മുഴുവൻ വെല്ലുവിളിക്കുകയാണ്. അവിടുത്തെ ഉയർന്ന പടയാളിയും യുദ്ധവീരന്മാരെല്ലാം അവൻ്റെ വാക്കുകളിൽ ഓടി ഒളിക്കുമ്പോൾ ഒരു ബാലനായ ദാവീദ് വന്ന് അവൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ധൈര്യപ്പെട്ട് അവനോട് എതിർക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ
ഭയം നമ്മെ എവിടെയും എത്തിക്കത്തില്ല. ഇന്നലകളിൽ വന്നുപോയ പ്രശ്നത്തിൻ്റെ വലിപ്പം നമ്മെ ഭയത്തിലേക്ക് കൊണ്ടുവരുമെങ്കിൽ വിശ്വാസം നമ്മെ ഉറപ്പിലേക്ക് കൊണ്ടുവരും. ദാവീദ് ദൈവത്തെ കൂട്ടുപിടിക്കുകയാണ്. ഭയത്തെ ജയിക്കാനുള്ള ഏറ്റവും വലിയ രഹസ്യം എന്ന് പറയുന്നത് എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളതാണ്. 23-ാം സങ്കീർത്തനത്തിൽ ദാവീദ് വ്യക്തമായി പറയുന്നു, മരണത്തിൻ്റെ താഴ്വരയിൽ കൂടി ഞാൻ നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടത്തില്ല, കാരണം നീ എൻ്റെ കൂടെ ഉണ്ടല്ലോ. കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെന്ന്, എൻ്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കിടക്കുമെന്നുള്ള വലിയ ഉറപ്പ് നിങ്ങളുടെ മേളിലുണ്ടെങ്കിൽ ഏത് ഗോലിയാത്തിനെ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റും, ഏത് പ്രശ്നത്തെ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റും. ഇന്നലകളിൽ വന്ന അനുഭവങ്ങളാണ് നമ്മെ ഭയത്തിലേക്ക് നടത്തുന്നത്. അത് വീണ്ടും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമോ, എൻ്റെ ജീവിതത്തിൽ അത് നടക്കുമോ എന്നുള്ളത്. എന്നാൽ അതിനെ ജയിക്കുന്നവൻ നിൻ്റെ പടകിലുണ്ട്. ആ പടകിലുള്ളവനെ ഉറപ്പോടെ വിളിക്കാൻ പറ്റുമെങ്കിൽ ഇപ്പോൾ നിങ്ങൾ വിളിച്ചാൽ ഇന്നലകളുടെ ചില അവസ്ഥകൾ മാറാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഈ സമയത്ത് പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ ഭയങ്കര പ്രവൃത്തികൾ നിങ്ങൾ കാണാൻ പോവുകയാണ്. പ്രാർത്ഥിക്കുന്നവർ ഒരുമിച്ച് ഈ മിനിറ്റുകളിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ദൈവപ്രവൃത്തികൾ നടക്കുന്നു. 1 വിചാരം, 2 ഭയം അല്ലെങ്കിൽ ഭീരുത്വം നമ്മുടെ വിശ്വാസത്തെ കെടുത്തി കളയുന്നതാണ്. എന്നാൽ 3ാമത്തെ ചിന്തയിലേക്ക് നമ്മൾ വരുന്നു. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 29, 30, 31 വാക്യം. വരിക എന്ന് അവൻ പറഞ്ഞു. പത്രോസ് പടകിൽ നിന്ന് ഇറങ്ങി യേശുവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു. 30ാമത്തെ വാക്യം. എന്നാൽ അവൻ കാറ്റ് കണ്ട് പേടിച്ചു മുങ്ങിത്തുടങ്ങിയാൽ കർത്താവെ എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. 29, 30 വാക്യങ്ങൾ നോക്കിയാൽ വരിക എന്നവൻ വിളിച്ചു. കർത്താവിൻ്റെ ശബ്ദത്തിൽ പത്രോസ് കാലുവെക്കുകയാണ്. വിശ്വാസത്തിൻ്റെ ഒരു ഉയർന്ന തലമാണ് പത്രോസ് അവിടെ ചെയ്യുന്നത്. മറ്റ് പടകിലുള്ളവർക്കില്ലാത്തൊരു വിശ്വാസം. ദൈവം പറഞ്ഞ വാക്കിനകത്ത് ഇറങ്ങിയവർ. ഇന്ന് ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ വീട്ടിൽ ഒറ്റയ്ക്ക് ദൈവത്തിന് വേണ്ടി ഇറങ്ങിയവരുണ്ട്. ഒരു സമുദായത്തിൽ മറ്റുള്ളവരെ നോക്കാതെ ദൈവത്തിന് വേണ്ടി ഇറങ്ങിയവരെന്നെ കേൾക്കുന്നുണ്ട്. പക്ഷേ വഴിയാത്രയിൽ ചില വിരോധമായ കാറ്റുകൾ കണ്ട് പേടിച്ച് അറിയാം ജീവിതത്തിനകത്ത് ഇനി എങ്ങും എത്തത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ചിലരോട് ഞാൻ വിളിച്ചു പറയാണ്, നിങ്ങൾ ഉറയ്ക്കണം. പത്രോസിൻ്റെ വിശ്വാസം ഭയങ്കരമായിട്ടോ. ബാക്കി 11 പേർക്കില്ലാത്ത വിശ്വാസം ഇതാ കർത്താവിൻ്റെ ശബ്ദത്തിൽ ഇളകി മറിയുന്ന മുക്കുമെന്ന് വെല്ലുവിളിച്ച തിരമാലയുടെ മുകളിലൂടെ ഇറങ്ങി നടക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് ഇതേപോലെ വിശ്വാസം ചലിച്ച ദിവസങ്ങളുണ്ട്. പക്ഷേ ഇന്ന് എവിടെയോ ഒതുങ്ങിപ്പോയതുപോലെ ചിലവരെ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങളോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുകയാണ്, അടുത്ത പദം നിങ്ങൾക്കുള്ളതാണ്. 31ാമത്തെ വാക്യം ശ്രദ്ധിക്കണേ. 31ാമത്തെ വാക്യം. യേശു ഉടനെ കൈനീട്ടി അവനെ പിടിച്ചു. അല്പവിശ്വാസിയെ നീ എന്തിന് സംശയിച്ചു എന്ന് പറഞ്ഞു. 3ാമത്തെ ചിന്ത സംശയമാണ്. സംശയം ഒരാളിൽ കയറിയാൽ, സംശയം ഒരു കുടുംബത്തിൽ വെളിപ്പെട്ടാൽ, സംശയം ആ വ്യക്തിയെ തകർത്ത് കളയും. ശത്രുവിൻ്റെ ഏറ്റവും വലിയ ആയുധങ്ങളിൽ ഒന്നാണ് സംശയം എന്നുള്ളത്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ എൻ്റെ കൂടെ ചേർന്ന് സംശയത്തെ ജയിക്കാൻ തക്കവണ്ണം എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ കർത്താവിൻ്റെ വാക്ക് വിശ്വസിക്കുക. ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ വിശ്വസിക്കുക എന്നുള്ളതാണ്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ വായിൽ കൊണ്ടുവരുന്ന ഓരോ വചനം കൊണ്ടും. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ ദൈവത്തിൻ്റെ വചനം. അമ്മ മറിയോട് ചോദിച്ചപ്പോൾ എനിക്ക് സംശയമില്ല, അവൻ ഈ വീട്ടിൽ വീഞ്ഞിനെ ഉളവാക്കും. സംശയമില്ലെങ്കിൽ നിങ്ങൾ അത്ഭുതങ്ങൾ കാണും. നിങ്ങളുടെ ജീവിതത്തിനകത്തൊന്ന് നോക്കി, വ്യക്തിപരമായ ജീവിതത്തിനകത്ത് സംശയം വന്നു. ഒത്തിരി വാക്തത്വം കേട്ടതാ, പക്ഷേ മുമ്പോട്ട് പോകുമ്പോൾ വിരോധമായി ചലിക്കുന്ന ചിലത് കണ്ടിട്ട് തോന്നി ദൈവം പ്രവർത്തിക്കുമോ, ദൈവത്തിനത് ചെയ്യാൻ പറ്റുമോ, ദൈവം എനിക്ക് വേണ്ടി ആ വാതിൽ തുറക്കും. ഇത് സംശയം കേട്ടോ. ദൈവത്തെ നമ്മൾ അവിശ്വസിക്കുകയാണ്. ഒന്നുകൂടെ ഞാനൊരാഴം നിങ്ങളോട് പറയട്ടെ. സംശയത്തിൽ ജീവിക്കുക അല്ലെങ്കിൽ അല്പവിശ്വാസത്തിലേക്ക് വരുന്ന ഒരു വ്യക്തിയുടെ പ്രത്യേകത, അവൻ സാഹചര്യത്തിൽ മുങ്ങിപ്പോകുന്നവനാണ്. സാഹചര്യത്തിലെ അവന് ജയിക്കാൻ പറ്റത്തില്ല. എന്നാൽ ഉറപ്പുള്ള വിശ്വാസത്തിൻ്റെ പ്രത്യേകത ഞാൻ ആത്മാവിൽ വിളിച്ചു പറയും, അവൻ സാഹചര്യത്തെ തിരിക്കും കേട്ടോ. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ പത്രോസ് ഉറപ്പുള്ളവനായപ്പോൾ വെള്ളത്തിൻ്റെ വെളിയിൽ നടന്നു. സംശയം വന്നപ്പോൾ അവൻ വെള്ളത്തിൽ മുങ്ങിത്തുടങ്ങി. ഇതേപോലെയാണ് നിങ്ങൾ ഉറപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ അന്തരീക്ഷത്തെ ഇപ്പം തിരിക്കാൻ പോവുകയാണ്. നിങ്ങൾ ആ സൗഖ്യത്തെ കാണാൻ പോവുകയാണ്. നിങ്ങൾ ആ വിടുതൽ കാണാൻ പോവുകയാണ്. എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഉറപ്പോടെ ഇപ്പോൾ വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞിട്ട് എനിക്ക് സംശയമില്ല, എൻ്റെ കർത്താവ് എന്നെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കും. ഞാൻ ആരെ വിശ്വസിക്കുന്നു ഞാൻ അറിയുകയാണ്. അവൻ എന്നെ കാപ്പാൻ, ആ ദിവസം വരെ കാപ്പാൻ അവൻ ശക്തനാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് പൗലോസിനോട് ചേർന്ന് പറയാൻ, ഞങ്ങൾ കാഴ്ചയിലല്ല വിശ്വാസത്തിലാണ് നടക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ദൈവത്തെ ഒന്ന് ആശ്രയിച്ച് ഇപ്പോൾ ആ സംശയം ഒരു കുടുംബത്തിൽ കയറിയ കുടുംബം തകർന്നു പോകും കേട്ടോ. ഭാര്യയോട് സംശയം, മക്കളോട് സംശയം, ഭർത്താവിനോട് സംശയം, തൊടുന്നതെല്ലാം സംശയത്തിലേക്ക് വന്നാൽ ഞാൻ വിളിച്ചു പറയുന്നു, അവരുടെ വേഗത തീർന്നു. അവരെവിടെയോ തടയപ്പെട്ടതുപോലെ നിൽക്കുകയാണ്. ആ തടസ്സത്തെ ജയിക്കാൻ തക്കവണ്ണം ഇപ്പോൾ ചിലവർ വിശ്വാസത്തിൽ ബലപ്പെടട്ടെ. എങ്ങനെ ബലപ്പെടാമെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ദൈവശബ്ദത്തിൽ, ദൈവവചനത്തിൽ ഉറച്ചാൽ
നിങ്ങളുടെ ജീവിതത്തിനകത്ത് ആഞ്ഞു വീശുന്ന കാറ്റുകളെ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റും. ദൈവവചനത്തിനകത്ത് ആഴത്തിൽ വേരൂന്നിയവനോട് ഞാൻ വിളിച്ചു പറയുന്നു, നീ ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ടവനാണ്. കാറ്റടിക്കും, വൻമഴ പെയ്യും, വെള്ളം പോകും, പക്ഷെ നിനക്കൊന്നും സംഭവിക്കത്തില്ല. കാരണം നിനക്ക് ഡൗട്ടില്ല, നീ കർത്താവിൽ ഉറക്കുകയാണ്. എൻ്റെ കൂടെ ഒന്ന് വിശ്വസിക്കാമെങ്കിൽ ഇപ്പോൾ ചിലവർ സംശയത്തെ ജയിക്കുകയാണ്. 4-ാമത്തെ വിഷയത്തിനകത്തോട്ട് നമ്മൾ വരികയാണ്. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം. പിന്നെ ശിഷ്യന്മാർ സ്വകാര്യമായി യേശുവിൻ്റെ അടുക്കൽ വന്നു, ഞങ്ങൾക്ക് അതിനെ പുറത്താക്കി കൂടാഞ്ഞത് എന്ത് എന്ന് ചോദിച്ചു. 20-ാമത്തെ വാക്യം. അവൻ അവരോട്, നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തമത്രേ. ഈ വചന പശ്ചാത്തലം നമുക്ക് എല്ലാവർക്കും അറിയാം. ചന്ദ്രരോഗം പിടിച്ചിരിക്കുന്ന ഒരു മകനുമായി പിതാവ് ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു. അവർക്ക് അവനെ സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ യേശു ഒറ്റ വാക്കുകൊണ്ട് ആ ഭൂതത്തെ പുറത്താക്കുകയും അവൻ ആ നാഴികയിൽ തന്നെ സൗഖ്യം വരികയാണ്. എന്നെ കേൾക്കുന്നവരെ, അത് കണ്ട ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്ന് പറയാണ്, ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റാഞ്ഞ എന്താണ്? കർത്താവ് ഒറ്റ പദവി പറഞ്ഞോളൂ, നിങ്ങളുടെ അവിശ്വാസമാണ്, നിങ്ങളുടെ അല്പവിശ്വാസമാണ്. ഉറപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഏത് രോഗശക്തി കീഴടങ്ങും, നിങ്ങളുടെ മുമ്പിൽ ഏത് വലിയ അത്ഭുതം സംഭവിക്കും. നിങ്ങൾ വിശ്വസിക്കാവോ? 4-ാമത്തെ ചിന്ത ഇവിടെ കാണിക്കുന്നു, അവരുടെ അവിശ്വാസം, അവരുടെ അല്പവിശ്വാസമാണ്. ഒന്ന് വിശ്വസിക്കാവോ? ഞാൻ വിശ്വാസത്തിൽ ഉറയ്ക്കാൻ പോവുകയാണ്. വിശ്വാസത്തിൽ ഉറപ്പുള്ളവനെ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. വിശ്വാസം കൂടാതെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ വിശ്വാസത്തിൽ ഉറയ്ക്കണം. 5-ാമത്തെ ചിന്തയിലേക്ക് നമ്മൾ വരികയാണ്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. അപ്പം പോരായികയാൽ ആയിരിക്കുമെന്ന് അവർ തമ്മിൽ പറഞ്ഞു. 8-ാമത്തെ വാക്യം. അത് അറിഞ്ഞിട്ട് യേശു പറഞ്ഞത്, അല്പവിശ്വാസികളെ, അപ്പം കൊണ്ടുവരായികയാൽ തമ്മിൽ പറയുന്നതെന്ത്? 9-ാമത്തെ വാക്യം. ഇപ്പോഴും നിങ്ങൾ തിരിച്ചറിയുന്നില്ലയോ? 5000 പേർക്ക് 5 അപ്പം കൊടുത്തിട്ട് എത്ര കൊട്ട എടുത്തു എന്നും 4000 പേർക്ക് 7 അപ്പം കൊടുത്തിട്ട് എത്ര വട്ടി എടുത്തു എന്നും നിങ്ങൾ ഓർക്കുന്നില്ലയോ? 5-ാമത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ദൈവം നടത്തിയ വഴികൾ മറക്കുന്നതാണ്. പ്രിയരെ, കഴിഞ്ഞ 23 വർഷമായി ഞാൻ കർത്താവിൻ്റെ വേല ചെയ്യുന്നു. തിരിഞ്ഞു നോക്കിയാൽ അനേക സമയങ്ങളിൽ മുമ്പോട്ട് പോകാൻ ഒരു മാർഗമില്ലാത്ത അനുഭവങ്ങളുണ്ടായി. എന്നാൽ അതിനകത്തെല്ലാം അത്ഭുത വഴികളെ തുറന്ന് എന്നെ കരം പിടിച്ച് നടത്തിയ വലിയവനായ ദൈവത്തെ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ വലിയവനായ ദൈവം ഇന്നും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ശക്തനാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, ഇന്നലകളിൽ നടത്തിയ വിധങ്ങളാണ് നമ്മെ ബലപ്പെടുത്തുന്നത്. ഇന്ന് നിങ്ങളൊരു പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇന്നലെ അതിനേക്കാൾ വലിയ വഴി തുറന്നവൻ ഇനിയും നടത്താൻ ശക്തനെന്ന് നിങ്ങൾ വിളിച്ചു പറയും. കാരണം ഇന്നലെ അസാധ്യമായതിനെ തുറന്നത് ദൈവമാണെങ്കിൽ ഇനിയും അവൻ നടത്തും, ഇനിയും അവൻ പ്രവർത്തിക്കും. അതൊന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് ദൈവത്തിന് നന്ദി പറയണം. നമ്മുടെ ഇന്നലകളെ മറക്കുമ്പോഴാണ് നമുക്ക് അടുത്ത ഒരു പ്രതികൂലം അല്ലെങ്കിൽ പ്രതിസന്ധി വരുമ്പോൾ എങ്ങനെ മുമ്പോട്ട് പോകണമെന്നറിയാൻ പറ്റാത്തത്. എന്നാൽ ഇന്നലകളിൽ നടത്തിയ വിധങ്ങൾ ഓർക്കുമ്പോൾ ഇതാ ശിഷ്യന്മാരോട് പറയുകയാണ്, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചത് നിങ്ങൾ മറന്നുപോയോ? എൻ്റെ കർത്താവിൻ്റെ വലിയ പ്രത്യേകത, അവൻ ഇന്നും ജീവിക്കുന്നവരാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നടത്തിയ വിധങ്ങൾ ഒരിക്കലും മറക്കരുത്. സങ്കീർത്തനക്കാരനോട് ചോദിച്ചാൽ സങ്കീർത്തനക്കാരൻ പറയും, അവൻ ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഈ നിലകളിൽ എന്നെ കേൾക്കുന്നവരെ, വിശ്വാസത്തിൽ വളരുവാൻ, വിശ്വാസ ജീവിതത്തെ തളർത്തുന്ന അല്ലെങ്കിൽ അവിശ്വാസം, അല്പവിശ്വാസം കൊണ്ടുവരുന്ന 5 റീസണുകളെ കുറിച്ച് നമ്മൾ കേട്ട് കഴിഞ്ഞു. അതിനകത്ത് നമ്മുടെ ജീവിതത്തെ ഒന്ന് ശോധന ചെയ്തുകൊണ്ട് ഈ കഴിഞ്ഞ കേട്ടതിനകത്ത് ഏതെങ്കിലും നിലയിൽ ഭയമോ വിചാരമോ അല്പവിശ്വാസമോ സംശയമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതിനെ ഒന്ന് ജയിച്ചുകൊണ്ട് കർത്താവിൻ്റെ ശക്തിയിൽ ശരണപ്പെട്ട് മുമ്പോട്ട് പോകാൻ തയ്യാറാകണം. എന്നെ കേൾക്കുന്നവരെ, വിശ്വാസത്തിൽ ഒന്ന് വളരണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായി എപ്പിസോഡ് നടക്കുമ്പോൾ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ വിളിക്കണം, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ ഒറ്റ ആഗ്രഹം കർത്താവിൻ്റെ നാമം ഉയരണമെന്നുള്ളതാണ്. കർത്താവിൽ നിങ്ങൾ ബലപ്പെടണം, അവൻ്റെ വരവിൽ നിങ്ങൾ എടുക്കപ്പെടണമെന്നുള്ളതാണ്. അങ്ങനെ വിശ്വസിക്കുന്നതിനോട് ഞാൻ ഒരു കാര്യം ഉറപ്പിക്കുകയാണ്, ഉറച്ച വിശ്വാസം തമ്മിൽ വ്യാപരിച്ചാൽ വലിയ 2 കാര്യങ്ങൾ നമ്മിൽ നടക്കും. നമുക്ക് ഒരുമിച്ച് ഒറ്റ വാക്യം വായിച്ച് പ്രാർത്ഥിക്കാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 21-22 വാക്യങ്ങൾ. അതിന് യേശു, നിങ്ങൾ സംശയിക്കാതെ വിശ്വാസമുള്ളവരായാൽ ഈ അത്തിയോട് ചെയ്തത് നിങ്ങളും ചെയ്യും എന്നു മാത്രമല്ല, ഈ മലയോട് നീങ്ങി കടലിലേക്ക് ചാടിപ്പോകുക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കും എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. 22-ാമത്തെ വാക്യം. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും എന്ന് ഉത്തരം പറഞ്ഞു. ഈ കേട്ട വാക്യത്തിനകത്ത് ആഴമായി വിശ്വസിക്കുന്ന നിങ്ങളോട് എൻ്റെ ദൈവം വ്യക്തമായി പറയാണ്, നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ സംശയിക്കാതെ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഞാൻ ഈ അത്തിയോട് ചെയ്തത് നിങ്ങളും ചെയ്യും എന്ന് പറഞ്ഞാൽ, അത്തിയെ കാണിക്കുന്നത്
മുമ്പിൽ നിൽക്കുന്ന തടസ്സമാണ്. ആ തടസ്സത്തെ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ വാക്കുകൊണ്ട് നിങ്ങൾക്ക് കരിച്ചു കളയാൻ പറ്റും. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നാളുകൾ മാറാതെ നിൽക്കുന്ന ചില വിഷയങ്ങളെ ഇന്ന് നിങ്ങൾക്ക് ജയിക്കാൻ പറ്റും. രണ്ടാമത്തെ തലമെന്ന് പറയുന്നത് ഒരിക്കലും മാറത്തില്ലെന്ന് പറയുന്ന മലകളെ നിങ്ങളുടെ വിശ്വാസത്തിൽ നീക്കാം. ഈ രണ്ട് തലങ്ങളെ നിങ്ങൾ ഏറ്റെടുത്താട്ടെ. ഒന്ന്, മുമ്പിൽ നിൽക്കുന്ന തടസ്സമായി നിൽക്കുന്ന അത്തിയെ എന്ന് പറഞ്ഞാൽ നാളുകളായിട്ട് ഒരത്തി വളർന്നു വരാനായിട്ട് സമയമെടുക്കും. അതിനെ നിമിഷ നേരം കൊണ്ട് നിങ്ങൾക്ക് ഉണക്കി കളയാൻ പറ്റും. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന മലയെ നിങ്ങൾക്ക് നീക്കാൻ പറ്റും. ഒന്ന് കണ്ണുകൾ അടയ്ക്കാവോ? കല്യാണത്തിനായിട്ട് 2 വർഷമായിട്ട് ആലോചനകളെല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഒട്ടും നടക്കുന്നില്ല. വലിയ പ്രയാസത്തോടുകൂടി ഞങ്ങളിവിടെ 3 ആഴ്ച പ്രേയറിന് വന്നായിരുന്നു. ആ 3-ാമത്തെ ആഴ്ചയിൽ തന്നെ പാസ്റ്റർ പറഞ്ഞ് മോക്ക് കല്യാണം മാർച്ചിൽ തന്നെ നടക്കുമെന്ന്. അതുപോലെ മാർച്ച് 3-ാം തീയതി കർത്താവ് വലിയ അത്ഭുതം ചെയ്യും. സന്തോഷമായിട്ടിരിക്കുന്നവർ സുമി കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. 3 ആഴ്ച ഇവിടെ പ്രാർത്ഥനയ്ക്ക് വന്നു ഈ സഹോദരിയും മകളും. 3-ാമത്തെ ആഴ്ച പരിശുദ്ധാത്മാവ് ഈ മകളോട് പറഞ്ഞു, ഈ മാർച്ചിൽ കല്യാണം നടക്കുമെന്ന്. 2 വർഷമായിട്ട് നോക്കിയിട്ട് നടക്കാത്തത് കർത്താവ് അത്ഭുതകരമായി 3 ആഴ്ചകൾ കൊണ്ട് അത്ഭുതമായി വഴി തുറന്നു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് ഈ ആരാധനയിലും ഇതേപോലെ വിടുതലുകൾ സംഭവിക്കും. നമുക്ക് ഒരുമിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ഇന്ന് ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ വിളിക്കാൻ പറ്റുന്നവർ വിളിച്ച് പ്രാർത്ഥിക്കണം. അത്ഭുതത്തിന് വേണ്ടി കർത്താവിൻ്റെ കരം വെളിപ്പെടട്ടെ. കണ്ണുകളൊന്ന് അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഇവരെ വിശ്വാസത്തിൽ അത്ഭുതകരമായ ഒരു പടി കൂടെ കയറുവാനായിട്ട് ഇന്ന് ഈ വചന സന്ദേശം കഴിയുമ്പോൾ ഇവരുടെ ജീവിതത്തിനകത്ത് അത്ഭുതം നടന്നെന്ന് പറയാൻ, നാളുകൾ എതിര് നിന്ന, നാളുകൾ വിടത്തില്ലെന്ന് പറഞ്ഞ, നാളുകൾ മുമ്പോട്ട് കാലുവയ്ക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ ചിലതിനെ ഇവർ ജയിച്ചു കഴിഞ്ഞു. ഇവർ ദൈവത്താൽ ജയം പ്രാപിച്ചു കഴിഞ്ഞു. കർത്താവേ, ഇവരുടെ രോഗങ്ങളെ ജയിച്ചതിനായി, ഇവരുടെ വിഷയത്തെ ജയിച്ചതിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇവരുടെ ജീവിതത്തിനകത്ത് അത്ഭുതം സംഭവിച്ചതിനായി സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, ഈ വചന സന്ദേശം നിങ്ങൾക്ക് വലിയ അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി വിളിക്കാൻ കഴിയും. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യട്ടെ. അത്ഭുതത്തിന് വേണ്ടി നിങ്ങൾ വിശ്വസിക്കണം. എങ്കിൽ കർത്താവ് നിങ്ങളെ അധികത്തിൽ മാനിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.